എന്നാൽ മുഹറമിലോ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് 1 മുതൽ 10 വരെ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന്. അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തില്ല. അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന നിലക്ക് ഈ മാസത്തിൽ കൂടുതൽ നോമ്പുകൾ എടുക്കാം. അത് 1 മുതൽ 10 എന്ന കണക്കില്ല. മുസ്ലിം ലോകത്തിന്റെ ആ ധാരണ ശരി തന്നെയാണല്ലോ. കാരണം ലോകപ്രസിദ്ധമായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവൽ കുബ്രയിൽ കാണാം, വഖാല ഇമാമു ഇബ്നു ഹജറുൽ ഹൈതമി വസുഇല നഫഅല്ലാഹു ബിഹി അൻ സൗമിൽ അശ്റിൽ അവ്വലി മിനൽ മുഹറമി ഹൽ ഹുവ മുസ്തഹബ്ബുൻ ഖത്തിസ്ഇൽ അവ്വലി മിൻ ദിൽഹിജ്ജതി ഔ ലാ. ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 9 വരെ നോമ്പ് സുന്നത്തുള്ളതുപോലെ മുഹറമിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ടോ? ത്വായിഫു മിൻ അഹ്ലിൽ ഹിന്ദി ലാ യത്റുകൂന സൗമഹ. ഇന്ത്യക്കാരിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ ആ നോമ്പിനെ ഉപേക്ഷിക്കാറില്ല. അങ്ങനെയുള്ള നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ മറുപടി ഫഅജാബ ബിഖൗലിഹി നിയമമാ ഫഅല ഹഉലായി. ഇന്ത്യയിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്നത് അത് വളരെ നല്ല കാര്യമാണ്. ഫഇന്ന സൗമൽ അശ്റിൽ അവ്വലി മിനൽ മുഹറമി സുന്നത്തുൻ മുഅക്കദത്തുൻ. മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലുള്ള നോമ്പ് ഇത് മുഅക്കദായ സുന്നത്താണ്, വളരെ ശക്തിയേറിയ പുണ്യമുള്ള സുന്നത്താണ് എന്ന് മാത്രമല്ല, ബൽ സൗമു ശഹരി കുല്ലിഹി സുന്നത്തുൻ. മുഹറമിലെ മുഴുവൻ ദിവസങ്ങളിലുള്ള നോമ്പും ആ മാസം മുഴുവനും നോമ്പ് നോക്കൽ അത് സാധാരണ സുന്നത്തായി കണക്കാക്കുന്നതാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മറുപടിയായി പറയുകയാണ്.